Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണം പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ കട്ടിംഗ് സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ 2.25 മീറ്ററിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓഫ് വൈറ്റ് ആണ് കളർ എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ബ്ലൗസിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അജ്രക്കിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3/4 മീറ്റർ ഒക്കെ എടുക്കാം നമുക്ക്. ഞാൻ ഇവിടെ എൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ താഴ്ഭാഗത്ത് കര പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള ലേസും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മോഡൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രോക്ക് ഡിസൈൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ മോൾക്ക് പട്ടുപാവാട അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ തന്നെ പട്ടുപാവാടയും ബ്ലൗസുമായിട്ടും ചെയ്തെടുക്കാം. ആദ്യം ഞാൻ സ്കേർട്ടിൻ്റെ പീസാണ് കട്ട് ചെയ്യുന്നത്. തുണി ഇവിടെ 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ ലെങ്ത് വേണ്ടത് 40 ഇഞ്ചാണ്. അപ്പോൾ സ്കേർട്ടിൻ്റെ പീസ് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 29 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി ബാലൻസ് വരുന്ന താഴ്ഭാഗത്താണ് നമ്മൾ യോക്ക് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. യോക്ക് പീസ് ആദ്യം പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 11 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ സ്കേർട്ടിനും പോയിട്ട് യോക്കിൻ്റെ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയും 6 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവുകൾക്കനുസരിച്ചിട്ട് ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈക്കുഴി നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് മോളുടെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ടിട്ടാണ് തയ്ക്കുന്നത്. കാരണം കുട്ടികൾ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ കറക്റ്റ് അളവിന് ചെയ്ത് കൊടുത്താൽ 1-2 വർഷം കഴിഞ്ഞാൽ അത് നമുക്ക് കണക്കാവില്ല. ഇനി താഴ്ഭാഗത്തെ ഷേപ്പിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പേപ്പർ വെച്ചിട്ട് ആദ്യം ബാക്ക് പാനലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ലൈനിങ് ക്ലോത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ലൈനിങ് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അതും പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ മാർക്ക് ചെയ്ത 1.5 ഇഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ എത്രയാണോ നെക്കിൻ്റെ വീതി എടുക്കുന്നത് അതിന് ശേഷം 1.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴത്തേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുവാണേ, കണ്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ 3 പീസസ് ആയിട്ടായിരിക്കും നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് 3 ആയിട്ട് കട്ട് ചെയ്യാം. ടോപ്പിൻ്റെ സെൻറ്ററിലായിട്ടാണ് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വയ്ക്കുന്നത്. അപ്പോൾ തുണി ഇതേപോലെ 2 ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ പീസ് വെച്ചിട്ട് സൈഡിൽ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. യോക്ക് പീസിൻ്റെ ലെങ്ത് ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് പിന്നീട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി സൈഡിൽ വരുന്ന ഈ 2 പീസ് ഈ ഒരു തുണിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെയും സൈഡിൽ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിക്കുള്ള ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു സ്കേർട്ടിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ലേസ് താഴ്ഭാഗത്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ലേസ് 1 ഇഞ്ച് വീതി ആയതുകൊണ്ട് തന്നെ ആ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ചായിട്ട് കിട്ടണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിക്കാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സ്കേർട്ടിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗോൾഡൻ ലേസ് ഇതേപോലെ വെച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു വൈറ്റ് കളർ സ്കേർട്ടിൻ്റെ പോർഷൻ കാണാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് വീതി എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വിട്ടിന് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കാമേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗവും 4 ഇഞ്ച് മടക്കി ഇതേപോലെ എൻഡ് ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സെറ്റ് സാരി ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ സാരി ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു തവണ ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ചുരുങ്ങിപ്പോവും. പിന്നെ അത് നന്നായിട്ട് പിടിച്ച് അയൺ ചെയ്തെടുക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മെറ്റീരിയലിൽ ചെയ്തെടുത്തത്. അപ്പോൾ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2.25 മീറ്ററാണ് തുണി ഉള്ളത്. ഞാനത് കംപ്ലീറ്റ് ആയിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ സ്കേർട്ടിന് വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു പട്ടുപാവാടയാണെന്ന് തോന്നിക്കണം. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇടാനായിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തെ വീതി എത്രയാണോ അതിനേക്കാളും ഇരട്ടിക്ക് തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ട് വേണം തുണി കട്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ 2 ഇഞ്ച് വീതിക്കുള്ള പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് വീതി കൊടുത്തിട്ടാണ് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം വിഡ്ത്തിന് തുണി ഉള്ളത് കൊണ്ടാണ് 2 ഇഞ്ച് വീതിക്ക് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുപ്പിച്ച് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ആണെങ്കിൽ അത്രയും ചെറുതാക്കിയിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി കാണുന്ന പോലെ 2 ഇഞ്ച് വീതം പ്ലീറ്റ്സ് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്യുവാണേ. ഇനി ബോക്സ് പ്ലേറ്റ് പോലെ വേണമെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ പട്ടുപാവാട എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബോക്സ് പ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സ് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ 2 സൈഡിലും 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ യോക്ക് പാർട്ട് ഇതേപോലെ 3 പീസസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ 3 പീസസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ തുണികളുടെ നല്ല വശത്തായിട്ട് ഇതേപോലെ വച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം മോഡൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പാരൻറ്റ് നെക്കൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാമേ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തുണി മടക്കി ഇട്ടിട്ടുണ്ട്. നെക്കിൻ്റെ വീതി ഞാനൊരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഒരു 2.25 ഇഞ്ചിൽ നെക്ക് കിട്ടും. നീളം ഒരു 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യു നെക്ക് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ലൈനിങ് ക്ലോത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തെടുക്കണേ. ഞാൻ ആദ്യം ഇത് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കരുതിയത്. പിന്നീട് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നീട് ആണ് സെപ്പറേറ്റ് ലൈനിങ് ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കിനും അതുപോലെ തന്നെ നീളവും വീതി എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്ക് നെക്കും കൂടെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രോക്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇടാനും ഊരാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ഓപ്പണിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനൊരു 2.5 ഇഞ്ച് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. അവിടെയായിട്ട് ഞാൻ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലൗസായിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അയ്യും ഹുക്കും വയ്ക്കാനായിട്ട് പടി പോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ നിവർത്തി ഇട്ടിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനമാണ് കേട്ടോ ഇതിൽ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ലൈനിങ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ എന്താ പറയുക നെക്കിൻ്റെ ഭാഗത്ത് ലൈനിങ് ഇട്ടിട്ട് മറിച്ചടിച്ചെടുക്കുക. എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 2 സൈഡിലും ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ ഭാഗം എത്രയാണോ അത് കറക്റ്റായിട്ട് 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിൽസ് വെച്ചിട്ടുള്ള സ്ലീവാണ് കൊടുക്കുന്നത്. ഇനി സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് 2 പീസ് തുണി ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. നീളം ഞാനൊരു 30 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു സൈഡ് തേര് വശം ആയതുകൊണ്ട് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. നിങ്ങൾക്കത് തേര് വശം അല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കാം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തുണി ഇതേപോലെ 2 ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിന് ഫോൾഡ് ചെയ്ത വശത്തുനിന്ന് ഓപ്പൺ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ സ്ലീവ്സിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 പീസിലും ഇനി നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ നീളം എടുക്കുമ്പോഴത്തേക്കും ആം ഹോൾ കറക്റ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടിക്ക് വേണം തുണി എടുക്കാനായിട്ട്. എന്നാലേ ഗ്യാദേഴ്സ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ഒരു കർവി ഷേപ്പ് ഇരിക്കുന്ന ഭാഗം ഇതേപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. മെഷീനിൽ ടെൻഷൻ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ത്രെഡ് ഇതേപോലെ വലിച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു തയ്യൽ തുമ്പ് കൂട്ടാതെ ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുണിയുടെ നല്ല വശത്തായിട്ട് ഈ ഒരു സ്ലീവ് കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുവാണേ.
പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ലൈനിങ് ക്ലോത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്കിൻ്റെ ഭാഗമൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വേണം ഇതേപോലെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു കുറുക്ക് വഴി കൂടെയാണ് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചെടുക്കുന്നത്. ബിഗിനേഴ്സിന് ആ ഒരു രീതി കുറച്ച് പാടായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ തന്നെ സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം പിന്നീട് പൈപ്പിംഗ് ചെയ്തൊന്ന് നീറ്റാക്കി എടുക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പൊക്കെ വെളിയിൽ കാണും, അത് വൃത്തികേടാണ്. ഇതേപോലെ തന്നെ അടുത്ത സൈഡും കൂടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്രിൽസൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈനിങ് തുണി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. പിന്നീട് ഒട്ടും കട്ടിയില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ ഒരു സെയിം ക്ലോത്ത് തന്നെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മെയിൻ ക്ലോത്ത് തന്നെ ഇതേപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് നെക്കും അതുപോലെ തന്നെ ആം ഹോളും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. ബിഗിനേഴ്സിന് ഈ ഒരു രീതി കുറച്ചൊന്ന് പാടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഇതേപോലെ പോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നീങ്ങി പോകാതിരിക്കാനായിട്ട് പിന്നും കൂടെ കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വശത്തായിട്ട് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യമേ തന്നെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും ഒക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നല്ല വശം പുറമേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. ഇനി ഇതിൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ 2 വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല. ഇപ്പോൾ ടോപ്പ് കുറച്ച് ലൂസാണെങ്കിൽ ബാക്ക് സൈഡിൽ കെട്ടുണ്ടെങ്കിൽ ടൈറ്റാക്കി വെച്ചാൽ നല്ല ഷേപ്പിന് കിട്ടും. ഇനി ഇത് സ്കേർട്ടുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിൽ ഞാൻ ലൈനിങ് വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അംബ്രല്ല ഷേപ്പിനൊക്കെ കട്ട് ചെയ്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം സൈഡിൽ കൂടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു യോക്ക് പീസിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശമായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണേ. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും യോക്ക് പീസിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ സ്കേർട്ട് പീസിൻ്റെ 2 സൈഡും കറക്റ്റായിട്ട് ഇതേപോലെ ചേർന്ന് വരണം. ഇതാണ് നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതേപോലെ പിൻ വെച്ച് കറക്റ്റായിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം. ഇനി നിങ്ങളിത് പട്ടുപാവാടയായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ആ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നാട വയ്ക്കാൻ വേണ്ടിയിട്ട് പടി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൾക്ക് പട്ടുപാവാട അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ആ ഒരു പിന്ന് കുത്തി വെച്ചേക്കുന്നത് പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് കേട്ടോ. പട്ടുപാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുത്തേക്കാമേ. അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശം പുറമേക്ക് ഇടുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്രിൽസ് എല്ലാം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. ഇതേ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് പട്ടുപാവാടയുടെ ബ്ലൗസും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.